Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good 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 morning, ma'am. Morning, ma'am. Good 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 morning, ma'am. Yeah. So, good morning once again. Let's start. Are you all ready? Ready? Yes, Ready? ma'am. Yes, Yes, ma'am. 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 Yes, ma'am. Ready. Yes, ma'am. Yes. So, before beginning our intro class of hospital administration, let me introduce myself. My name is Nisha Baiju, and I am born and brought up here. Our place is North Paravur, and I am also a faculty of Smart City Consultancy. So, wish you all the best for, first of all, I am wishing you all the best for giving or your courage or your energy or your smartness or everything, whatever you are going to put into this new project, that means your hospital administration course. So, all the best. Let's start. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാനാണ് എല്ലാവരും ഇങ്ങനെ എന്താ പറയാ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഈ ഒരു കോഴ്സ്, ഈ ഒരു ബാച്ചിലേക്ക് ഒത്തിരി ബാച്ചസ് ഇപ്പൊ നമ്മളിവിടെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 20th ബാച്ച് സ്മാർട്ട് റേഡിയോ കൺസൾട്ടൻസിയുടെ 20ാമത്തെ ബാച്ചാണ് നിങ്ങൾ. ഓക്കെ, ആൻഡ് ആ ഒരു ബാച്ചിലേക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഞങ്ങളുടെ ഒരു ഫാമിലിയിലേക്ക് സ്മാർട്ട് സിറ്റിയുടെ ആ ഒരു എന്താ പറയാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വെൽക്കം ചെയ്യാണ്. ആൻഡ് ഈ ഒരു ഇൻട്രോ ക്ലാസ്സിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ്, ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മളുടെ കറക്റ്റ് ഒരു സെഞ്ചുറി, ദാറ്റ് മീൻസ് എന്താ പറയാ ഒരു 100 കുട്ടികൾ ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഉണ്ടാകാം, ഇനിയും സ്ട്രെങ്ത് ഇല്ല. പക്ഷെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഈ ഇൻട്രോ ആണെങ്കിലും നിങ്ങളുടെ ക്ലാസ്സസ് ആണെങ്കിലും എടുക്കുമ്പോൾ ലൈവ് ക്ലാസ്സസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം കൂടി ചില കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. ബിക്കോസ് some may be engaged in some other courses or job, ഏതെങ്കിലും തരത്തിലുള്ള ജോബോ
മറ്റേതെങ്കിലും മറ്റു കോഴ്സുകളോ ഡിഗ്രി ചെയ്യുന്നവർ അതിന്റെ ഒപ്പം ചെയ്യുന്ന കോഴ്സുകളൊക്കെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി എങ്ങനെ നമുക്ക് ഈ ഒരു ക്ലാസ് ലൈവ് സെഷനിലും നമുക്ക് ചിലപ്പോ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻഗേജ്ഡ് ആകാൻ പറ്റിയില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആകും എന്നുള്ള ആ ഒരു ഫെസിലിറ്റി കൂടി ഉള്ളത് കൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ ജോയിനിങ് ദീസ് കോഴ്സസ്. ഇതുപോലെയുള്ള ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സുകളിൽ കുട്ടികൾ ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ എടുത്തു പഠിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ബെനിഫിറ്റബിൾ. നമുക്കറിയാം ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ഇന്നും ഒത്തിരി ബെനിഫിറ്റ് ആണ് നമുക്കൊക്കെ, അല്ലെ? ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ളൂ എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കറിയാം ഈ നമ്മളിപ്പോ ഡിഗ്രിക്ക് പ്ലസ് ടുവിനൊക്കെ നമ്മൾ കൊമേഴ്സ് എടുത്ത് പഠിക്കുന്നു, ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുന്നു. ആൻഡ് ഒരു കാലഘട്ടം വരെയൊക്കെ ഈ അടുത്ത കാലത്തൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സ് ഒക്കെ ഇത്രയും കൂടെ പോപ്പുലറും ഫെമിലിയറും ആയത് ആളുകളുടെ ഇടയിൽ. റീസെന്റ് ആയിട്ട് എന്താണ് അതിന്റെ കാരണം? ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അത്രയധികം പ്രാധാന്യമുള്ള ഒരു ഓർഗനൈസേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ഒരു 10-30 വർഷം പിന്നിലേക്കൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഒരു ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നില്ല ഹോസ്പിറ്റൽസ്. സാധാരണ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വരും, അല്ലെ? വല്ല വലിയ തലവേദന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഇത്രയധികം അങ്ങോട്ട് ആളുകളിലേക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയത് ഈ അടുത്ത കാലഘട്ടത്തിലാണ്. അതിന്റെ പ്രധാന കാരണക്കാരും അതിന്റെ എന്താ പറയുക ആളുകളും നമ്മൾ തന്നെയാണ്, അല്ലെ? അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും നമുക്ക് തന്നെയാണ്. കാരണക്കാരും നമ്മൾ തന്നെയാണ്. കാരണം ബിക്കോസ് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അല്ലെ? നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ചേഞ്ച് ചെയ്തതുകൊണ്ടാണ്. നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സിൽ മാറ്റങ്ങൾ വന്നു, അല്ലെ? ഒരുപാട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇപ്പൊ അടുത്ത് എന്താ പറയാ ജോലിക്ക് പോകുന്നത് കൊണ്ട് ധൃതിപ്പെട്ട് എല്ലാ സാധനവും പാക്ക് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ എടുക്കാൻ മറക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഫുഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? കുഴപ്പമില്ലെങ്കിലും അടുത്ത് തന്നെ കടയിൽ അല്ലെങ്കിൽ ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് അത് റീച്ച് ചെയ്ത് വാങ്ങിക്കാം. അവിടെ എത്താം, അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് വാങ്ങിച്ച് കഴിക്കാൻ, കൊണ്ടത് ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് എല്ലാം ഇന്ന് അവൈലബിൾ ആണ്. സോ ഇന്ന് ആളുകൾക്ക് സൗകര്യങ്ങൾ കൂടിയപ്പോ അവനവന്റെ ഹെൽത്തിനെ മാനേജ് ചെയ്യാനുള്ള സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോ ഏത് ഓർഗനൈസേഷൻ ആണ് ഡിമാൻഡ് കൂടിയത്? മനുഷ്യൻ ഹെൽത്തി അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ പോകണം, വൈകുന്നേരണം നമ്മള്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഹോസ്പിറ്റൽസ് പോലെയുള്ള ഇത്തരം ഓർഗനൈസേഷനിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾക്കൊക്കെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ സിമിലർ ആയിട്ട് ഒരുപാട് മറ്റ് പ്രൊഫഷണൽ കോഴ്സസ് ഇതുപോലെ വളരെ ഒത്തിരി കോഴ്സസ് കൊണ്ടുവരുന്നുണ്ട്. അതിൽ waiting to clear out your doubts and confusions regarding this course and also regarding hospital administration. അപ്പോ നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഞാനൊന്ന് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ഓൾ മ്യൂട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ഇടയിൽ ചിലപ്പോ ഞാനിങ്ങനെ സംസാരിച്ചപ്പോ എക്കോ പോലെയൊക്കെ തോന്നും. ഉണ്ടായോ? സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും കുറച്ച് കുട്ടികളല്ല, കുറച്ചധികം പേരൂടെ ഈ ഒരു ഇൻട്രോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 111 ഞാൻ ഉൾപ്പെടെയാണ് 12. അപ്പൊ ഇത്രയും പേര് ഇങ്ങനെ ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സൗണ്ട് അവര് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് മ്യൂട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ബിറ്റ്വീനിൽ ഉണ്ടാവുന്ന സെക്കൻഡ്സ് ഓഫ് ടൈമിലൊക്കെ ചിലപ്പോൾ എന്ത് പറ്റും, ആ സൗണ്ടിന്റെ എക്കോ ഒക്കെ ഇങ്ങനെ വരും. അപ്പൊ നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആകില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുന്നത് പോലെ തോന്നും. അപ്പൊ അതുകൊണ്ട് വിത്ത് യുവർ പെർമിഷൻ ഞാൻ അവിടെ ഓൾ മ്യൂട്ട് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ ഇൻട്രോ ക്ലാസസ് വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ലാസ്റ്റ് 10 minutes ആണ് ചെയ്യും, അവസാനം ഒരു 10 minute നിങ്ങൾക്ക് എന്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, കണ്ടീഷണൽ ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അന്നേരം ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ 10 minute ഞാൻ നിങ്ങൾക്ക് സമയം തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ടീച്ചറൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ റേഡിയോ പോലെ കേട്ടോണ്ടിരിക്കണം. അത് എന്ത് കാര്യം അത് ഇൻട്രോ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ? ഐ തിങ്ക് ഈ ഒരു ഇൻട്രോ ക്ലാസ് കഴിയുമ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ടി വരില്ല, എല്ലാം നമ്മളിവിടെ കാര്യങ്ങൾ പറയാണ്. അപ്പൊ ദിസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 parts. ഇപ്പൊ ഈ ഇൻട്രോ നമ്മൾ 2 പാർട്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. And the first part will be given by me. ഞാൻ ആയിരിക്കും തരാം ഒരു ഭാഗം. That means regarding the course. ഈ കോഴ്സിനെ സംബന്ധിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനകത്ത് എന്താണ് എന്നുള്ള കാര്യം, ഈ 2 കാര്യങ്ങളെ ഈ ഒരു ഇൻട്രോയിൽ പെടുന്നുള്ളൂ. And you may have doubts regarding the certificates, exams, portions, അങ്ങനെ exams when will be conducted, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക്
ബാക്കിയില്ലായിരിക്കും. അതായത് വാട്ട് വിൽ ബി പ്രൊവൈഡഡ് ബൈ സ്മാർട്ട് ശ്രീ. സ്മാർട്ട് ശ്രീ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് സ്മാർട്ട് ശ്രീയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലും പരീക്ഷകൾ എപ്പോഴൊക്കെ നടക്കും, എങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ആ ഒരു വിഭാഗം, ആ ഒരു പാർട്ട്, അത് സെക്കൻഡ് പാർട്ട് ഓഫ് ഇൻട്രോ ക്ലാസ് ആണ്. ആ ഇൻട്രോന്റെ പകുതി ഭാഗം ഇവിടുന്ന് നമ്മുടെ മാനേജിംഗ് പാർട്ണർ ജയദേവ് സാർ ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പൊ അത് മേ ബി നെക്സ്റ്റ് ഡേയിലായിരിക്കും അത് നിങ്ങൾക്ക് അത് ഇൻഫർമേഷൻ തരും. ഗൂഗിൾ ക്ലാസ് റൂം തന്നെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് അതിലേക്ക് ഇട്ടുതരും സ്ഥിരത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്നായിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, സോ ദ ഫസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. യു മേ ഹാവ് ഡൗട്ട് അല്ലെ, ഒത്തിരി ആളുകൾക്ക് ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടാക്കി, എന്താണ് ഈ സാധനം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എന്താണ് ഇവിടെ നടക്കുന്നത്, വാട്ട് വി ഹാവ് ടു ഡു ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് പോയിട്ട് ആശുപത്രിയിൽ പോയി ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ചില ആളുകൾ ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഇൻട്രോ ക്ലാസ്സിൽ വന്നിട്ടുണ്ടാകുക. മീഡിയാസ് ഉണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാം. നമുക്ക് ഒരു ആശ്രയമുണ്ട്, ഗൂഗിൾ ഇല്ലേ. കൊച്ചുകുട്ടികളോട് പറയും ഗൂഗിൾ ആന്റി, ഗൂഗിൾ അമ്മ, ഗൂഗിൾ അപ്പൻ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ നമ്മൾ കളിയാക്കും. കാരണം അവർക്ക് ഇപ്പൊ നമ്മളോട് ഒന്നും ചോദിക്കാനൊന്നുമില്ല, അന്വേഷിക്കാനുള്ളതൊക്കെ അവരവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളും. ആരോട്? ഗൂഗിളിനോട്. കുട്ടികളും നമ്മൾ പണ്ടത്തെ ആളുകൾ ആണെങ്കിൽ മീൻസ് ഇപ്പൊ കുറച്ചുകൂടി എന്താ പറയാ ഡിസ്റ്റന്റ് ആയിട്ട്, അതായത് ഇപ്പൊ ഒരുപാട് ലോങ് ടൈം കഴിഞ്ഞതിന് ശേഷം ഇത്തരം കോഴ്സുകൾ പഠിക്കാൻ ജോയിൻ ചെയ്തവരുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇയർ എന്താ പറയാ റേഞ്ച് വ്യത്യാസമുണ്ട് നിങ്ങളുടെ പ്രായങ്ങൾ തമ്മിൽ. ആ ഏജ് ഡിഫറൻസിലുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇതിനകത്തുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞ ആളുകൾക്ക് ഗ്യാപ്പൊക്കെ ഉള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. നമ്മൾ പണ്ടൊക്കെ ചെറുതായിരുന്നപ്പോ അമ്മമാരുടെ പിന്നാലെ തുങ്ങി അവരുടെ വിരലിൽ പിടിച്ചോ സാരി പിടിച്ചോ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു നടക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ കുട്ടികളെ പോലും കാണാനില്ല. ആരുടെയെങ്കിലും ഇങ്ങനെ ഇതുപോലെ അമ്മമാരുടെ പിന്നാലെ തുങ്ങി എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത്. ഇവർ ഇന്നെല്ലാം എവിടെയാണ്? ഈ പറയുന്ന ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഒരു 3-4 ക്ലാസ് ഒക്കെ തുടങ്ങി പിള്ളേർ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് വൈസ് അപ്പൊ നമുക്കും ഇവിടെ എന്താണ് ഹാവ് സം ഓപ്പർച്യൂണിറ്റീസ്. ഇതുപോലെയുള്ള എന്താ പറയാ ഗൂഗിൾ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നിങ്ങൾ ഗൂഗിൾ എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ചൊക്കെ കണ്ടെത്തിയവരും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു ചെറിയ ഐഡിയ ഒക്കെ കിട്ടിയവരും ഉണ്ട്, ഒരു പൂർണ്ണമായ ഐഡിയ കിട്ടാത്തവരും ഉണ്ട് അല്ലെ, കുറച്ച് അറിഞ്ഞവരും ഉണ്ടായിരിക്കും. സോ now let's see informal. നമുക്ക് നോക്കാം what is hospital administration. Hospital administration, what is the administration? Administration means to manage അല്ലെ, ടു മാനേജ് എന്തെങ്കിലും കാര്യങ്ങളെ നമുക്ക് മാനേജ് ചെയ്യുക, അതിനെയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അപ്പൊ എന്തായിരിക്കും? ടു മാനേജ് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്സ്, നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകാറുള്ളവരാണ് അല്ലെ. യു ക്യാൻ ഫൈൻഡ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻക്വയറി ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്താ പറയാ നമ്മുടെ ഔട്ട് പേഷ്യന്റ് OP വിഭാഗത്തില് നമ്മൾ പേര് മറ്റു കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് പോകുന്നത്. നമ്മൾ എന്താ പറയാ ഒരു ചീട്ടൊക്കെ തരുന്ന ഒരു സ്ഥലം ഇല്ലേ, അത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഡോക്ടേഴ്സ് ഇരിക്കുന്ന മുറിയുടെ വാദിക്കാൻ കൊണ്ടുപോയി നമ്മളെ ആരെങ്കിലും വന്നിട്ട് എവിടെ ഇരുന്നോ, ഇവിടെയാണ് ആ ഡോക്ടർ ഇരിക്കുന്നത്, നിങ്ങൾ കാണാൻ വന്ന ഡോക്ടർ ഇരിക്കുന്നത്. അപ്പൊ ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിന്റെ ഫ്രണ്ടില് അവിടെ നമ്മൾ ഇരിക്കുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് സാധാരണ വേറെ അഡ്മിറ്റഡ് ഒന്നും അല്ലെങ്കിൽ നേരെ നമ്മളെ കൺസൾട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ചാർട്ട് ഷീറ്റും ഒക്കെ ആയിട്ട് നഴ്സ് ആരെങ്കിലും വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് എവിടേക്ക് കൊണ്ടുപോകും? ഫാർമസിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോകും, ഫാർമസിയിൽ പോകുന്നു അല്ലെ. ചില സമയത്തൊക്കെ നമുക്ക് എന്താ പറയാ സ്ത്രീകളൊക്കെയാണ് മാരേജ് ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ ഡെലിവറി ഒക്കെ വേണ്ടിയിട്ട് അവർ ലേബർ റൂം കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ there are large number of departments functioning. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ കൂടാതെ ഓപ്പറേഷൻ തിയേറ്റർ, ICU, CSSD അതായത് സ്റ്റെറിലൈസ്ഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് അവിടുത്തെ എക്യുപ്മെന്റ് ഒക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്തൊക്കെ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എന്താ പറയാ ICU ഉണ്ട്, അതുപോലെ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്, ലേബർ റൂം ഉണ്ട്, വാർഡുകളുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ ഹോസ്പിറ്റൽസിൽ നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട്. ഇതൊക്കെ പഠിക്കാൻ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച്. അപ്പൊ ഡിപ്പാർട്ട്മെന്റുകളാണ് വെറൈറ്റീസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽസിനകത്തുണ്ട്. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റിന് സാധിക്കില്ല. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് HOD
അവർക്കാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. കാർഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനെ അവർക്ക് കൊടുക്കേണ്ട കെയറിങ് അല്ലെ, ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള മെഷീൻസ് ഉപയോഗിച്ച് എന്തൊക്കെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും the head of the department of that particular department, ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനാണ് അത് സാധിക്കുക. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും മാനേജ് ചെയ്യുന്നത് അവരവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആണ്. പക്ഷേ to control, manage, schedule each and every department of a hospital as a whole, ഒരു ഹോസ്പിറ്റലിന്റെ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മൊത്തത്തിൽ എന്താ പറയാ കൺട്രോൾ ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിനെ ആവശ്യം വേണ്ടി വന്നു എന്ന് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കണ്ടെത്തുകയുണ്ടായി. എന്താണ് അതിന്റെ റീസൺ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ബിക്കോസ് നമുക്കറിയാം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം നമ്മുടെ ഫസ്റ്റ് പൊസിഷനിലാണ് പോപ്പുലേഷന്റെ കാര്യത്തിൽ നമ്മൾ നിൽക്കുന്നത് അല്ലെ. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും വലിയ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇത്രയും ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഉള്ള ഈ ഒരു ഇന്ത്യ പോലുള്ള രാജ്യത്തില് അവിടെ നമുക്ക് പോപ്പുലേഷന്റെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാവുന്ന മറ്റൊരു കാര്യമാണ് ഇൻക്രീസ് ഇൻ ഡിസീസസ്, സിക്നസ് അല്ലെ, രോഗങ്ങളുടെ കാര്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കി, ഈ കഴിഞ്ഞ അധികം വർഷങ്ങൾ പിന്നിലേക്കൊന്നും പോകണ്ട, ഒരു 3-4-5 വർഷം ബാക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീവർ. പനിയുടെ പേര് തന്നെ കേട്ടാൽ തന്നെ നമ്മൾ അന്തം വിട്ടു പോകും. അത്തരം പനികളാണ് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊറോണ വന്നു. കൊറോണ എന്ന് പറയുന്ന രോഗവും നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു രോഗം. കുറെ നാളുകൾ നമ്മൾ ഷട്ട്ഡൗൺ പോലെ വീടിനകത്ത് മാസങ്ങൾ എന്ത് ചെയ്തു, അടച്ചുകൂടി നമ്മള് പേടിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങളോട് ഇതൊന്നും കളിക്കണ്ട, ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാണെന്ന് വിചാരിച്ച് 1-2 മാസമൊക്കെ കഷ്ടിച്ച് എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് അടച്ചുകൂടിയിരുന്നു. ജനൽ പോലും തുറക്കില്ല, ജനലിൽ കൂടെ എങ്ങാനും കൊറോണ കയറി വന്നാലോ എന്ന് പേടിച്ചിട്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ പതുക്കെ ഒന്ന് എത്തി നോക്കി വലിയ പ്രശ്നമൊന്നുമില്ല, ഒരാള് ഇറങ്ങി നോക്കി വീട്ടില് വലിയ പ്രശ്നമില്ല. അപ്പൊ ഇല്ല, എല്ലാവരും പിന്നെയും വീണ്ടും അങ്ങനെ തന്നെയായി അല്ലെ. അപ്പൊ ഇങ്ങനെ ഇത്രയും ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെറൈറ്റീസ് ഓഫ് ഡിസീസസ് അല്ലെങ്കിൽ സിക്നസ് ആൻഡ് ഓൾസോ ദ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് പോപ്പുലേഷൻ ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് സച്ച് എ കോഴ്സ്. ഇത്രയും എന്താ പറയാ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽസിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും മാനേജ് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആവശ്യം വേണമെന്ന് കണ്ടുപിടിക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് എന്ത് വന്നത്, ഇതുപോലെയുള്ള ചില കോഴ്സുകളൊക്കെ ഇത്രയും എന്താ പറയാ ഫേമസ് ആയിട്ട് വരാനുണ്ടായ കാരണം. അപ്പൊ ഇങ്ങനെ ഒരു റീസൺ ആണ്. പോപ്പുലേഷൻ വർദ്ധിച്ചു, അതുപോലെ തന്നെ ഡിസീസസിന്റെ എണ്ണവും വർദ്ധിച്ചു. അങ്ങനെ വന്നപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽസിലെ കാര്യങ്ങളൊക്കെ കൺട്രോളബിൾ അല്ലാതായി മാറി. എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രം മാനേജ് ചെയ്യുന്നു. പക്ഷെ ഒരു ഹോസ്പിറ്റലിന് മൊത്തത്തിൽ ആര് മാനേജ് ചെയ്യും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ആ ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സും. ആൻഡ് യു ആർ ഗോയിങ് ടു സ്റ്റഡി, ഈ ഒരു കോഴ്സ് നിങ്ങളും പഠിക്കുകയാണ്. ആൻഡ് യു ഓൾസോ ഹാവ് ടു ബിക്കം എ പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ. നിങ്ങൾ അതിനു വേണ്ടിയല്ലേ പഠിക്കുന്നേ? എല്ലാവരും അതിനു വേണ്ടിയല്ലേ? അതായിരിക്കണം ലക്ഷ്യം, അതായിരിക്കണം നമ്മളുടെ ഗോൾ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം പഠിക്കുന്നത്. വളരെ ചെറിയൊരു ഡ്യൂറേഷൻ ആണ്, 6 months കോഴ്സ് ആണ്. ആസ് യു നോ, നിങ്ങളുടെ PROs നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. 6 months കോഴ്സ് ആണെന്നും അല്ലെ. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നു, നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പ്രൊസീഡിങ്സിലേക്ക് പോകാം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികള് എന്താ പറയാ കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കും, ചിലവര് സയൻസ് ഗ്രൂപ്പ് എടുക്കും, ചിലര് നമ്മുടെ ഹ്യൂമാനിറ്റീസ് പൊളിറ്റിക്സ് മറ്റുമൊക്കെ ഉള്ള കുറെ വായിച്ചു പഠിക്കാം. അതായത് കണക്കൊന്നും ഞങ്ങൾക്ക് പറ്റൂല, അത് പറ്റാത്തത് കൊണ്ട് അത് പഠിക്കുന്നു അല്ലെ. ഇങ്ങനെയുള്ള ചില സൗകര്യം അനുസരിച്ച് നമ്മൾ എടുക്കുമായിരുന്നു. ആൻഡ് ഓൺലി ദ സ്റ്റുഡൻസ് ദോസ് ഹു ആർ ടേക്കിംഗ് സയൻസ് ഗ്രൂപ്പ് only have the right to get into a part of a hospital അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. സയൻസ് എടുത്തവർക്കാണ് എന്തിനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. നഴ്സ് ആകാം, ഡോക്ടർ ആകാം, അങ്ങനെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന മെഷീൻസിന്റെ ഒക്കെ ടെക്നിക്കൽ ആസ്പെക്ടുകൾ കൈകാര്യം ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആകാം. ഇതൊക്കെ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. പക്ഷേ ഇപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സയൻസ് എടുത്ത് പഠിച്ചവരാണോ? ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ ആഫ്റ്റർ +2 അല്ലെങ്കിൽ +2 കഴിഞ്ഞപ്പോ നിങ്ങൾ സയൻസ് മാത്രം എടുത്ത് പഠിച്ചവരാണോ ഇവിടെ ഇരിക്കുന്നത്? എനിബഡി എൽസ് ഹാവ് ടേക്കൺ കൊമേഴ്സ് ഗ്രൂപ്പ് ഓർ ഹ്യൂമാനിറ്റീസ്? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും
അല്ല, എല്ലാവരും അല്ല, സയൻസ് എടുത്തവരല്ല എന്ന് പറയുന്നു. കൊമേഴ്സ് എടുത്തവരും ഹ്യൂമാനിറ്റീസ് എടുത്തവരും ഉണ്ട്. സോ ഇത് ഒരു എന്താ പറയാ വലിയൊരു ബെനിഫിറ്റ് ആണ് നിങ്ങളെ സംബന്ധിച്ച്. അതായത് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എടുത്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടാം. ഇന്ന് മറ്റു ഓർഗനൈസേഷൻസിൽ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതിനേക്കാൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ് ഹോസ്പിറ്റൽസിൽ ജോലി കിട്ടുക. കാരണം എന്താ പറയുക, അതും നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ പോകണം. റീസൺ ബിഹൈൻഡ് ഇറ്റ്, അതിന്റെ പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ ഹോസ്പിറ്റൽസ് തന്നെയാണ്. ഹോസ്പിറ്റൽസിന്റെ ഡിമാൻഡ് ദിനം പ്രതി ഇനി കൂടുകയുള്ളൂ. കാരണം എന്താ, മനുഷ്യന്മാർ ഈ രീതിയിൽ ഇനി ജീവിക്കുള്ളൂ അല്ല. ഇനി ഒരു പിന്നിലേക്കുള്ള ഒരു പോക്ക്. ഏഷ്യന്റെ ഡേയ്സിൽ മനുഷ്യന്മാർ എങ്ങനെ അധ്വാനിച്ചിരുന്നു, മണ്ണിനോട് മല്ലടിച്ച് ജോലി ചെയ്തിരുന്നു, അതിലേക്കൊന്നും പോകാനൊന്നും ആരും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ കർഷകരായിട്ടുള്ള ഫാമേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും അവരുടെ മക്കളെയും അവരാഗ്രഹിക്കുന്നത് ഫാർമറാക്കാനല്ല തീർച്ചയായിട്ടും. എന്താക്കാനാ, ഇതുപോലെയുള്ള വല്ല പ്രൊഫഷണൽ കോഴ്സുകൾ ഞാൻ അധ്വാനിക്കുന്ന പോലെ കഷ്ടപ്പെട്ട് ചെളിയും മണ്ണും ഒക്കെ വരട്ട് എന്താ പറയാ അധ്വാനിക്കുന്ന ഒരു ആളാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കില്ല എന്റെ മക്കളെ. ആരെങ്കിലും ആഗ്രഹിക്കോ? ഇല്ല. അവര് പോലും ആഗ്രഹിക്കുന്നത് മക്കള് നല്ലൊരു പൊസിഷനിൽ ജോലിക്ക് കയറണം. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ളൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും ഹോസ്പിറ്റൽസും ആണ്. കാരണം അതിന്റെ ഡിമാൻഡ് ഇനി ഒരിക്കലും താഴെ പോകില്ല, അതിങ്ങനെ ഉയർന്നേ വരുള്ളൂ. ബിക്കോസ് ഓഫ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് മെൻ. മനുഷ്യന്മാരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതിന് റീസൺ. അതിന്റെ കാരണക്കാരും നമ്മൾ തന്നെ, അനുഭവിക്കേണ്ടവരും നമ്മൾ തന്നെ. ഇത് ഇവിടെ കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, അപ്പുറത്ത് കൊണ്ടായി ആശുപത്രിയിൽ കാശ് കൊടുക്കുന്നു അല്ലെ. അതാണ് നമ്മൾ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് 100% നമുക്കറിയാമെങ്കിലും നമ്മൾ അതിൽ നിന്നൊന്നും പിന്നാക്കം പോകില്ല. കാരണം നാം ഓടുമ്പോ നമ്മൾ നടുവേ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ലേ മനുഷ്യന്റെ ഒരു പ്രകൃതം അല്ലെ. എത്ര കണ്ടാലും കേട്ടാലും മനുഷ്യൻ പഠിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി സാധ്യതകൾ കൂടുതലുള്ള, സ്കോപ്പ് കൂടുതലുള്ള ചില എന്താ പറയാ കോഴ്സുകളിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. സോ ഇന്ന് അതുകൊണ്ടാണ് ഇത്. പണ്ടും ഹോസ്പിറ്റൽസിനെ മാനേജ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പണ്ട് മനുഷ്യന്മാരുടെ കൈപ്പിടിയിൽ അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലായിരുന്നു. എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിക്കോട്ടെ, ഹോസ്പിറ്റൽസിൽ എത്രയധികം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നെങ്കിലും അല്ലെ, ഒരു 10-30 വർഷം മുമ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അന്നും ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നില്ല. ബിക്കോസ് അന്ന് ഈ പറഞ്ഞ പോലെ ഇത്തരം വെറൈറ്റീസ് ഓഫ് ഡിസീസസ് ഇല്ല, ഇതുപോലെ അധികപ്പെടുത്ത രോഗങ്ങളില്ല. മനസ്സിലാക്കി. എപ്പോഴും ഉണ്ടാകുന്ന ചില കോമൺലി കാണപ്പെടുന്ന ചില രോഗങ്ങളൊക്കെ തന്നെ അതൊക്കെ അവരുടെ കൺട്രോളബിൾ അതിനകത്തായിരുന്നു. അവരുടെ കൺട്രോളിങ് ആ ഒരു പോയിന്റിൽ അവർ പിടിച്ചു നിർത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള മാനേജബിൾ അല്ലാത്ത പല കാര്യങ്ങളും ഹോസ്പിറ്റൽസിൽ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ്. അപ്പൊ അതാണ് ഈ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്ന ഡിസീസസും ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്ന നമ്മുടെ ഡിമാൻഡ് ഫോർ ഹോസ്പിറ്റൽസും ഒക്കെയാണ് ഇതിന് കാരണം. ആൻഡ് ഇതിന്റെ എല്ലാ റൂട്ട് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലും. എന്നാൽ ഇതൊന്നും മറന്നു പോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉറപ്പിച്ച് പഠിച്ചോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച് ഞാനും വിൽ ബിക്കം എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ. എനിക്ക് പോകണം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ. കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ ഏതെടുത്തതായാലും നിങ്ങൾക്കും ഒരു അവസരമുണ്ട്. ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇപ്പൊ നമുക്കറിയാം മെഡിക്കൽ കോളേജസ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, എന്തോരാ അല്ലെ, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് സാധ്യതയുണ്ട്. നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, മറ്റ് ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ കൊണ്ട് ഉപകാരമുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കോഴ്സ് അത്രയും വാല്യുബിൾ ആണ്. മാത്രമല്ല നമ്മളുടെ ആ ഒരു പ്രൊഫഷൻ നമ്മൾ എന്താ പറയാ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും മാനേജ് ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റഡ് അല്ല നമ്മുടെ ജോലി. ഇപ്പൊ കാർഡിയോളജിയിൽ ഇഫ് യു ഹാവ് ടു മാനേജ് ആൻഡ് സ്കെഡ്യൂൾ കൺട്രോൾ എവറിത്തിങ് ഇൻ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ കണ്ണ് അവിടെ എത്തണം. ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എത്തണം. എവിടെയൊക്കെ ഉണ്ടോ ആ രീതിയിലൊക്കെ നമ്മൾ എത്തേണ്ടി വരും. ആ സ്ഥലത്തൊക്കെ നമ്മളുടെ ഒരു കണ്ണ് വേണം. ഒരു ബേർഡ് ഐ വ്യൂവുമായിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പദവിയുമായിട്ട് നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് കയറേണ്ടത്. ബേർഡ് ഐ വ്യൂ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ബേർഡ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വേംസ് ഐ വ്യൂ എന്ന് കേട്ടാലുണ്ടോ? വേം എന്താ? വേം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇല, മണ്ണില എന്തായാലും നമുക്ക് പറയാം അല്ലെ. കേട്ടിട്ടുണ്ടോ? മണ്ണില അല്ലെ. വേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലൊക്കെ കീടങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അല്ലെ. അപ്പൊ ഈ മണ്ണിൽ അഴിഞ്ഞെടുക്കുന്ന ജീവികൾക്ക് എന്താ പ്രത്യേകത എന്ന് പറയും? അതിന്റെ ആ ഇട്ടാവട്ടത്, ആ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുള്ള കാര്യത്തെ മാത്രം അതിന്
അതിന് കാണാൻ പറ്റുള്ളൂ അല്ലെ, അതിന് കാഴ്ചയുള്ളൂ. അവിടെ ചുറ്റും എന്തൊക്കെയാണ്, കാരണം അത് കുറച്ച് പതുക്കെ പതുക്കെ മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ചുറ്റുവട്ടത്തെ എന്തൊക്കെയാണ് കാണുന്നത്, ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു വിഷൻ മാത്രമേ വേർഡ്സിനുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം വേർഡ് ഐ വ്യൂ. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റും കൺട്രോൾ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന HOD ഒരു വേർഡ് ഐ വ്യൂ ആയിട്ടാണ് തന്റെ ഡിപ്പാർട്ട്മെന്റിനെ നോക്കി നടത്തിക്കൊണ്ട് പോകുന്നത്. മനസ്സിലായി? ഞാൻ ഒന്ന് കമ്പയർ ചെയ്യാണ് അങ്ങനെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിളില് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽസിന്റെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിന് നമ്മൾ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ കാർഡിയോളജി. ആ ഡിപ്പാർട്ട്മെന്റില് അവിടുത്തെ HOD ഇപ്പൊ 1, 2, 3 കാർഡിയോളജിസ്റ്റുകൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാകും. അതിൽ നിന്ന് ഒരു സീനിയർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിനെ അവര് സെലക്ട് ചെയ്ത് HOD ആക്കിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ HODയുടെ ഒരു എന്താ പറയാ അവകാശം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി വ്യക്തമായിട്ട് എന്താ പറയോ, തന്റെ ഡിപ്പാർട്ട്മെന്റിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. സോ ആ കാർഡിയോളജിസ്റ്റുകളുടെ HOD മാനേജ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രമാണ്. അപ്പൊ നമ്മൾ പറയും അവിടെ ഒരു വേർഡ് ഐ വ്യൂ ആണ് ആർക്കുള്ളത്, HODക്കുള്ളത്. പക്ഷേ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഒരു വേർഡ് ഐ വ്യൂവിലല്ല നിങ്ങൾക്കുള്ളത്. പിന്നെ എങ്ങനെയാണുള്ളത്? നിങ്ങൾക്ക് വേണ്ടത് ഒരു ബേർഡ് ഐ വ്യൂ ആണ്. ബേർഡിന്റെ പ്രത്യേകത എന്താ? ബേർഡ്സിന്റെ പ്രത്യേകത എന്താ? അതെവിടെയാ കാണാം നമ്മൾ? അതിന്റെ കൂടുതൽ സമയവും എവിടെയാണ്? സ്കൈ അല്ലെ, ആകാശത്തിലല്ലേ കാണാം. ആകാശത്തിൽ ഇങ്ങനെ ചിറക് പിടിച്ച് പറന്ന് നടക്കും. സോ ഇറ്റ് ക്യാൻ വ്യൂ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ്. അതിങ്ങനെ മുകളില് ഇങ്ങനെ എന്താ പറയാ പറന്ന് നടക്കുന്നത് കൊണ്ട് ഒരു ദൂരത്തില് ഒരുപാട് അകലത്തിലുള്ള കാഴ്ചകൾ അതിന്റെ ആ കണ്ണുകൾ വെച്ച് അതിന് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ബേർഡ് ഐ വ്യൂവുമായിട്ടാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് എൻറ്റർ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു വാച്ച്, മാനേജ്, control, schedule each and every activities or operations of a hospital. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ആക്ടിവിറ്റീസിലും ഓപ്പറേഷൻസിലും നിങ്ങളുടെ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്, നിങ്ങളുടെ ഒരു കാഴ്ച, നിങ്ങളുടെ ഒരു വീക്ഷണം അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ഒരു ബേർഡ് ഐ വ്യൂവും ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റുകളുടെ HODകൾക്ക് ഉണ്ടാകേണ്ടത് ഒരു വേർഡ് ഐ വ്യൂവുമാണ്. ഒരു കാഴ്ചപ്പാട് ഞാനതൊന്ന് കമ്പയർ ചെയ്തു പറഞ്ഞു എന്ന് മാത്രം. കാരണം അങ്ങനെ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യാൻ പോകേണ്ടവരല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. And what do you know about the hospital administration? You know that it's a 6 months course, അല്ലെ, 6 മാസത്തെ കോഴ്സ് ആണെന്ന് അറിയാം. Because of the increased demand for skilled professionals in hospital administration, the demand for hospital administrators also increased. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ഇത്തരം ആളുകളുടെ അഭാവം, അതായത് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഇല്ല ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യാൻ. അവിടുത്തെ കാര്യങ്ങൾ, ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ല കഴിവുള്ള പ്രൊഫഷണൽസിന്റെ അഭാവം, അതിന്റെ ആ ഒരു അതിന്റെ ഒരു സ്കേഴ്സിറ്റി, അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആളുകൾ പഠിച്ച് മനസ്സിലാക്കി ഈ ഒരു പ്രൊഫഷണൽസിന്റെ ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കണം. ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിൽഡ് പ്രൊഫഷണൽസ്, കഴിവുള്ള ആളുകളാണ് വേണ്ടത്, നല്ല കഴിവുള്ള. അപ്പൊ അതിന് വേണ്ട നമ്മളതിന് ഒരു കോഴ്സ് പോലെ ഉണ്ടാക്കി അവർക്ക് ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, എന്താണ് ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പിന് നമുക്ക് എന്ത് ചെയ്യണം, മോൾഡ് ചെയ്തെടുക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള കോഴ്സ് ഇങ്ങനെ അത്രയധികം എന്ത് ചെയ്തത്, ഉണ്ടായത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ അതാണ് കാരണം. മനസ്സിലായി? അപ്പൊ സ്കിൽഡ് പ്രൊഫഷണൽസിന്റെ ആ ഒരു സ്കേഴ്സിറ്റി തന്നെയാണ് ഇതുപോലെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ആളുകൾ ചിന്തിച്ചതും അതിനുവേണ്ടി ഒരു കോഴ്സ് ഫോം ചെയ്തതും. ഓക്കെ, ആൻഡ് ഓൾസോ വൈൽ യു ആർ കംപ്ലീറ്റിംഗ് ദിസ് കോഴ്സ്, നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ ഫൈൻഡ് ദാറ്റ് യു ഹാവ് ആൻ അഡീഷണൽ എഡ്യൂക്കേഷൻ. നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷന്റെ കൂടെ ഒരു ക്വാളിഫിക്കേഷനും കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് അല്ലെ, 6 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ, PGയും എടുത്തവരുണ്ടാകും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പൊ ആ ഒരു അത്രയും മാസം കൊണ്ട് 6+4 ആണ് PGക്ക് കൂടി ഉള്ളത്. ഈ ഒരു മാസ കാലഘട്ടങ്ങൾ കൊണ്ട് ദാറ്റ് മീൻസ് യു ആർ നോട്ട് റീച്ചിങ് അപ് ടു 1 ഇയർ, 1 ഇയർ പോലും ആകുന്നില്ല, തികയ്ക്കുന്നില്ല എങ്കിലും നമ്മൾ ആ ഒരു കോഴ്സിൽ ഡിഗ്രിയോ അതുപോലെ തന്നെ PGയോ നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ആ ക്വാളിഫിക്കേഷന്റെ കൂടെ ഒരു ക്വാളിഫിക്കേഷൻ കൂടി. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താ? എഡ്യൂക്കേഷൻ ഈസ് വെൽത്ത്, ഒരു അസറ്റ് ആണ്. നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും അതൊരു അസറ്റ് ആണ്. ജോലിക്ക് വേണ്ടി മാത്രം അത് മാത്രം മുന്നിൽ വെച്ച് പഠിക്കുന്നവരുണ്ട്.
അല്ല, എനിക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ചും അറിവ് തരണം, ഇതെന്റെ ഒരു അറിവിലേക്ക് എന്റെ ഒരു നോളജ് വർദ്ധിപ്പിക്കാൻ എനിക്ക് ഇത് നെസസറിയാണ് എന്ന് മനസ്സിലാക്കി പിടിക്കുന്നവരുണ്ട് അല്ലെ. ഇത് അറിവും വർദ്ധിക്കണം, ജോലിയും വേണം, എനിക്ക് ഈ രണ്ട് പർപ്പസിനും കൂടി പഠിക്കുന്നവരുണ്ട്. ഡിഫറെന്റ് നേച്ചറാണ് മനുഷ്യർക്ക്. എല്ലാവർക്കും ഒരേ കാര്യത്തിന് വേണ്ടിയല്ല ഈ എന്താ പറയാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലരുടെ അത്യാവശ്യമാണ്, ഹാവ് സം ജോബ്. എന്താണ് തനിക്കൊരു ജോലി വേണമെന്ന് വളരെയധികം എന്താ പറയാ ബാഡ് ഇൻ നീഡ് ഓഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് പഠിക്കുന്നവരുണ്ട്. അല്ല, ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ഇത്രയധികം വലിയ ഡിമാൻഡ് ഉണ്ടല്ലോ ഈ ഒരു കോഴ്സിന്, അപ്പൊ ഞാനും അത് അറിഞ്ഞിരിക്കട്ടെ എന്തൊക്കെയാണ്. ചില ആൾക്കാർ ഇങ്ങനെ ഡിഫറെന്റ് കോഴ്സുകൾ എടുത്തെടുത്ത് പഠിക്കും. അതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അപ്പൊ എന്താ അറിവ് ഇങ്ങനെ നേടുന്നത് ഒരിക്കലും ആരും നമ്മുടെ ഇത് തട്ടിപ്പറിച്ചും കൊണ്ടുപോകില്ല. അത് മാത്രമല്ല അതിന് മങ്ങലും ഏൽക്കുന്നില്ല. മറ്റേത് കാര്യങ്ങൾ നമ്മൾ ഏത് രീതിയിൽ സമ്പാദിച്ചാൽ മറ്റ് എന്താ പറയാ ഫിസിക്കൽ ആയിട്ടുള്ള കുറെ അസറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ സ്വർണം വാങ്ങിക്കുന്നു, വീട് വാങ്ങിക്കുന്നു, സ്ഥലം വാങ്ങിക്കുന്നു, അതിനൊക്കെ എന്താ പറയാ അതിനൊക്കെ കോട്ടം സംഭവിക്കും. പിൽക്കാലത്ത് വില ഇടിയും അല്ലെ, ഡിപ്രീസിയേറ്റഡ് ആയി പോകും, വില കുറഞ്ഞു പോകും, അല്ലെങ്കിൽ മൂല്യമില്ലാതാകും, അങ്ങനെ പലതും സംഭവിക്കും. പക്ഷേ ഒന്ന് മാത്രം ഒരിക്കലും നശിക്കില്ല, നമ്മൾ അറിഞ്ഞ അറിവുകള്, നമ്മളുടെ വിദ്യാഭ്യാസം, ഇതൊന്നും ആർക്കും എടുത്തുകൊണ്ടോ പറ്റാത്ത കാര്യമാണ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി നമുക്കുണ്ട്, എന്താണ്, യു ക്യാൻ ഓൾസോ ബിക്കം എ പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഓൾസോ യു ആർ എനേബിൾഡ് ടു മെഷർ ദ ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽസ്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി കഴിഞ്ഞിട്ട് നമുക്കൊരു കഴിവ് കൂടി കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കുന്നത്, ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്ന കെയറിങ് അത് ക്വാളിറ്റി ഉള്ളതാണോ, അതായത് ഹോസ്പിറ്റല് എന്താ പറയാ വരുന്ന പേഷ്യൻസിനെ ശുശ്രൂഷിക്കുന്നു, അവർക്ക് വേണ്ട മരുന്ന് കൊടുക്കുന്നു, അവരോട് നല്ല രീതിയിൽ പെരുമാറണം, എല്ലാം കൊണ്ടും എന്താ പറയാ ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വാളിറ്റി ട്രീറ്റ്മെന്റ്, ക്വാളിറ്റി കെയർ, ട്രീറ്റ്മെന്റ് മാത്രം ക്വാളിറ്റി ഒന്നും ആയാൽ പോരാ. ബിഹേവിയറൻസ് ഓഫ് ദ നഴ്സസ് ഓർ സ്റ്റാഫ് ടു ദ പേഷ്യൻസ് ആൻഡ് ദയർ റിലേറ്റീവ്സ്. വന്നു പോകുന്ന പേഷ്യൻസിനോട് അവരുടെ റിലേറ്റീവ്സിനോട് എങ്ങനെ അവിടുത്തെ സ്റ്റാഫും നഴ്സസും ഒക്കെ പെരുമാറുന്നു, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ഹോസ്പിറ്റലില് അല്ലെ. ഏറ്റവും നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നമ്മളെ ഏറ്റവും മോശം അവസ്ഥയിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്നത്. വെറുതെ ഇടയ്ക്ക് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണോ ഹോസ്പിറ്റല്? നമ്മൾ പോകാൻ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണോ? ആണോ? നോ, അല്ല. നമ്മള് എന്തിനാ പോകുന്നത്? ഹോസ്പിറ്റൽസിൽ പോകുന്നത് വയ്യാണ്ട് വരുമ്പോഴാണ്. അപ്പൊ നമ്മുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ മോശമാകുന്ന അവസ്ഥയിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലാം. അപ്പൊ നമുക്കറിയാം വി ആർ നോട്ട് ഓക്കെ, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമ്മുടെ എന്താ പറയാ കാര്യങ്ങൾ നമ്മളത് റിഫ്ലക്ട് ചെയ്യും. ചിലപ്പോൾ ദേഷ്യം വരും, വയ്യാണ്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യപ്പെടുക, സങ്കടം വരിക, ഇതൊക്കെ റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അപ്പൊ അവരുടെ ഒരു എന്താ പറയാ നമ്മളോടുള്ള പെരുമാറ്റം അല്ലെ, ആ ബിഹേവിയർ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, അതൊരു ശരിയായ രീതിയിലല്ല, നല്ല രീതിയിലല്ല, മോശം രീതിയിൽ അവർ നമ്മളോട് പെരുമാറുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹർട്ട് us, നമ്മളെ അത് ഹെർട്ട് ചെയ്യും ഇല്ലേ, തീർച്ചയായിട്ടും ഹെർട്ട് ചെയ്യൂലേ. അപ്പൊ ക്വാളിറ്റി സർവീസസ്, ക്വാളിറ്റി കെയർ, അതുപോലെ തന്നെ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഹോസ്പിറ്റൽസ് വിത്ത് കോസ്റ്റ് ഇഫക്റ്റീവ് വേ? എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം? കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ. അതെങ്ങനെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതി എന്ന് പറയാൻ കാരണം, അതായത് ഹോസ്പിറ്റൽസ് ആളുകളെ കുത്തിപ്പിടിച്ച്, അതായത് ചില ഹോസ്പിറ്റൽസ് ഉണ്ട് മാക്സിമം പേഷ്യൻസിനെ കൊണ്ട് എന്താ പറയാ അവരുടെ ചിലപ്പോ ഒരു നിവൃത്തിയുമില്ലാത്ത വീടുകളിൽ നിന്ന് വരുന്നവരായിരിക്കാം. അവർക്ക് ചിലപ്പോ ഒന്നും തന്നെ ഇല്ല, ബാങ്ക് ബാലൻസ് ഇല്ല, അല്ലെങ്കിൽ കിടപ്പാടമില്ല, അങ്ങനെയുള്ളവരും ഹോസ്പിറ്റൽസിലെ രോഗം വന്നു കഴിഞ്ഞാൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അപ്പൊ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് എൻഷുർ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി കൂടി നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വളരണം. നമ്മുടെ ഈ കോഴ്സ് ത്രൂ വൈൽ യു ആർ ഗെറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം യുവർ ടീച്ചേഴ്സ്, നിങ്ങളുടെ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ എടുക്കുമ്പോഴും ആ ക്ലാസ്സുകളിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും അപ്പോഴൊക്കെ നിങ്ങൾ സ്വയം എന്താകണം? യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ആകണം. ഈ പുസ്തകത്തിൽ കിടക്കുന്നത് വായിച്ചു പഠിച്ച് only for the എക്സാം കൊടുത്തു, സർട്ടിഫിക്കറ്റ് കിട്ടി, ഓക്കെ എവറിഥിങ് ഈസ് ഓക്കെ എന്ന് വിചാരിക്കുകയല്ല. ഓരോ ചാപ്റ്റേഴ്സിലും ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്താണെന്നെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം.
അവിടെ പോയിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ട, ഐസിയു കിടക്കുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട, അല്ല, ഇതൊന്നുമല്ല നമ്മൾ ചെയ്തത്. വെദർ ദീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഫങ്ഷനിങ് പെർഫെക്റ്റ്ലി, ഇവിടെ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ, ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും തരത്തിൽ ലിമിറ്റേഷൻസ്, പോരായ്മകൾ അത്തരം ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടോ, ഇല്ല എന്ന് ഉറപ്പിക്കണം. ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ മാനേജ്മെന്റിനെ അറിയിക്കണം. ഇതൊക്കെ നോക്കാനാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി. ഓക്കെ, അല്ലാതെ നമ്മൾ പോയിട്ട് ഡോക്ടറുടെ ഉടുപ്പിട്ടോ അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ചോ രോഗികളെ പരിശോധിക്കാനൊന്നുമല്ല. അപ്പൊ അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ അതിനു വേണ്ടി അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ അറ്റ്ലീസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ നമ്മൾ അറിയണം. എവിടെ എന്തൊക്കെ നടക്കുന്നു, then only you can manage. എന്താണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ, എന്നാലല്ലേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വിൽ ഹെൽപ്പ് യു. ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ പിന്നെ ഹോസ്പിറ്റൽ ഫിനാൻസ് റിസോഴ്സസ്, അവിടുത്തെ സാമ്പത്തികപരമായിട്ടുള്ള വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റുകൾ, അത് അവിടുത്തെ ഇൻകം ആണ്. ആൻഡ് ഫോർ വാട്ട് പർപ്പസ് ദേ ആർ യൂസ്ഡ്, ദാറ്റ് ഫിനാൻസ് അവർ എന്തൊക്കെ കാര്യത്തിൽ ഉപയോഗിക്കുന്നു, മെഡിസിൻസ് പർച്ചേസ് ചെയ്യാൻ, മെഷീനറീസ് പർച്ചേസ് ചെയ്യാൻ, ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റ് ഹോസ്പിറ്റൽസിൽ കൊണ്ടുവരാൻ, അതൊക്കെ ഫിനാൻസ് റിസോഴ്സസിനെ മാനേജ് ചെയ്യണം. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒരു ഹോസ്പിറ്റലിന് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, റൂൾസ്, ലോസ്, റെഗുലേഷൻസ്, ലോ ആൻഡ് ഓർഡേഴ്സ്, ഇതെല്ലാം കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ. പിന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ ഹ്യൂമൻ റിസോഴ്സസ് മീൻസ് എംപ്ലോയീസ്, അവിടുത്തെ ജോലിക്കാര്, വെദർ ദേ ആർ ഡൂയിങ് വെൽ ഓർ നോട്ട്, അവരെല്ലാം കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, അവരെല്ലാം കൃത്യമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ടോ, ഹാപ്പി ആയിട്ടാണോ ജോലി ചെയ്യുന്നത്, അല്ലെ. ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല പ്രധാനം, അതിനോടൊപ്പം തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അവരുടെ സാറ്റിസ്ഫാക്ഷനും. എംപ്ലോയീസിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് മാനേജ്മെന്റിന് സംതൃപ്തി കിട്ടിയാൽ പോരാ, ആ ജോലി ചെയ്യുന്ന ഓരോ എംപ്ലോയീസും ദേ ആർ ഡൂയിങ് ഇറ്റ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് മൈൻഡ്. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മൈൻഡിലാണ് അവർ ജോലി ചെയ്യുന്നത് എന്നുകൂടി ഉറപ്പുവരുത്തണം. അപ്പൊ ഇതിനെല്ലാം മൊത്തത്തിൽ മാനേജ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് വർക്ക് ഫോഴ്സ് ഈസ് നീഡഡ്, ഒരു പ്രത്യേക ഒരു തൊഴിൽ വിഭാഗം ആവശ്യമായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു തൊഴിൽ വിഭാഗം സ്കിൽഡ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്, അവരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആസ് യു നോ, നമുക്ക് ഈ ഒരു കോഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ലെവലാണ്, അല്ലെ. +2 ആണ് ഡിപ്ലോമ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ ബിക്കം എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് കെയർ സിസ്റ്റം. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ അതുപോലെ തന്നെ ആശുപത്രികളിലൊക്കെ ഈ ഒരു +2 കഴിഞ്ഞിട്ടുള്ള ഈ 6 months കോഴ്സ് ഡിഗ്രി PG എടുക്കുന്നവർക്ക് റെലവൻസ് ആണ്. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്കും ആശുപത്രിയുടെ ഒരു ഭാഗമായി തീരാം എന്നാണ്, അല്ലെ. And after completing this course, your diploma course കഴിഞ്ഞ് കഴിയുമ്പോൾ you will become skilled professionals in hospital administration. നിങ്ങൾ ആരായി തീരും? ഒരു സ്കിൽഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ആ ഒരു സ്കില്ല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും വിൽ ബിക്കം സ്കിൽഡ് പ്രൊഫഷണൽസ്. അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഹോസ്പിറ്റലിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഇവിടെ ഇന്ന കാര്യങ്ങൾ നടക്കുന്നു, you will understand it. അപ്പൊ നിങ്ങൾ ആരായി മാറും? സ്കിൽഡ് പ്രൊഫഷണൽസ് ആയിട്ട് മാറും. ആൻഡ് ഓൾസോ യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓൾസോ മാനേജിങ് ദ ഹോസ്പിറ്റൽസ് ആസ് എ ഹോൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിന്റെ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹോസ്പിറ്റലിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ മനസ്സിലാക്കുകയാണ്. ഇനി വേറെ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് ഉള്ള വാതിലുകൾ എവിടെയാണ് തുറക്കപ്പെടുക, എവിടെയൊക്കെയായിരിക്കും ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ചിലരുടെ വിചാരം ഹോസ്പിറ്റൽസിൽ മാത്രമാണെന്ന്. ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഇതിന് സാധ്യതകൾ, ഒരുപാട് കുട്ടികളൊക്കെ പുറത്തേക്ക് പോയെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് പോകാൻ വേണ്ടി മാത്രം ഈ ഒരു കോഴ്സ് ചെയ്ത നമ്മളോടൊപ്പം നിന്ന് കംപ്ലീറ്റ് ചെയ്ത് പോയവരും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എബ്രോഡും ഒക്കെ ജോലി സാധ്യത, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയിരിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അതിന്റെ വിവിധ മേഖലകൾ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള മേഖലകൾ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ, ഇത് ചെറിയ ക്ലിനിക്സ് പോലെയൊക്കെ തുറന്നിട്ടുള്ള ചില ഹെൽത്ത് കെയർ ഉണ്ടല്ലോ, അല്ലെ. ആരോഗ്യ സംരക്ഷണത്തിൽ തന്നെ ക്ലിനിക്കുകൾ പോലെ ഓപ്പൺ ചെയ്തിരിക്കുന്ന അങ്ങനെ സ്ഥലങ്ങളുണ്ട്, അവിടെയുണ്ട്. പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, നമ്മുടെ
ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. അത്തരം വിഭാഗങ്ങളിലും ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ജോലി സാധ്യതകളുണ്ട്. മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ആൻഡ് ഓൾസോ നഴ്സിംഗ് ഹോംസ്, പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ്. പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ് നമ്മുടെ നാട്ടിനേക്കാളൊക്കെ കൂടുതലും പുറം രാജ്യങ്ങളിലാണ് കൂടുതലുള്ളത്. ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഒക്കെ ഫോറിനേഴ്സ് ഒക്കെ അവർക്കൊക്കെ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഫാമിലിയൊക്കെ ഇതുപോലുള്ള കുറച്ച് പ്രായം ചെന്നവരൊക്കെ കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള നഴ്സിംഗ് ഹോംസ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അല്ലാതെ ഹോസ്പിറ്റലിൽ മാത്രമല്ല. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോയ ഒരു കുട്ടി പുറത്ത് പോയിട്ട് ആൾക്ക് ഇന്റർവ്യൂല് ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിഫറെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പല സ്ഥലങ്ങളിലൊക്കെ കൊടുത്തപ്പോ ആ കുട്ടിക്ക് ഒരു എന്താ പറയാ ഇന്റർവ്യൂവിന് വിളിച്ചത് ഇൻഷുറൻസ് വിഭാഗത്തിൽ നിന്നാണ്. ഇൻഷുറൻസും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ആ കുട്ടിക്ക് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചത്. വളരെ ഭംഗിയായിട്ട് ആ കുട്ടി അത് അറ്റൻഡ് ചെയ്തു എന്നും എന്നെ അറിയിച്ചിരുന്നു. ബാക്കി എല്ലാം ഓക്കെയാണ്. ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എവിടെയാണ് വിളിക്കുക, ഏത് വിഭാഗത്തിലായിരിക്കും നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണ്ടി ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്ത് ചെയ്യണം, കോഴ്സ് ഭംഗിയായി നിങ്ങൾ പഠിക്കുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പറയുന്നതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാ ദിവസവും തരുന്ന ടീച്ചേഴ്സ് എടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കി മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്കും സ്കോർ ചെയ്യാം. ആൻഡ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിനുള്ള ജോലി സാധ്യതയും നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, 6 months കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 6 monthsനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തീർക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ടീച്ചേഴ്സിന്റെ ഒപ്പം നിൽക്കണം, ഒപ്പം ഓടിക്കൊണ്ടിരിക്കണം. അല്ലാതെ ടീച്ചർ മാത്രം ഓടിക്കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മളിങ്ങനെ കുറെ പരീക്ഷയുടെ സമയത്ത് ഇരുന്ന് വായിക്കാം, അതൊക്കെ അത് ഓക്കെ. പക്ഷെ അതിനേക്കാൾ ഉപരി ഇത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്തുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് എളുപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, then what about the salary of hospital administration? ഇതിന്റെ ഡിപ്ലോമ കോഴ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് 10,000 to 20,000 പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ഒരു 15 മുതൽ 20,000 രൂപ വരെ സാലറി ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് പിന്നീട് നമുക്ക് വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ കിട്ടുകയാണെങ്കിൽ 30,000 to 40,000 വരെയും സാലറി ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സാലറി സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. 10 മുതൽ 20 വരെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മളുടെ കൂടി കാര്യങ്ങളിൽ ഡിപ്പെൻഡഡ് ആണ്. കാരണം നമ്മൾ എത്രത്തോളം നമ്മുടെ പെർഫോമൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്ത് കിട്ടുന്ന മാർക്കുകളുടെ വലിപ്പം, അതിന്റെ തൂക്കവും നീളവും എണ്ണവും ഒക്കെ നോക്കിയിട്ടല്ല ഇന്ന് ഏത് ഓർഗനൈസേഷനിലും ജോലിക്ക് ആളുകളെ എടുക്കുക. അതിനേക്കാൾ ഉപരി കുറച്ച് എന്താ പറയാ പേഴ്സണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, വ്യക്തിപരമായിട്ടുള്ള ചില കഴിവുകൾ കൂടി അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സ്മാർട്ട്നെസ്, കറേജ്, അല്ലെ, ബോൾഡ്നെസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ആണ്. ദാറ്റ് ഷുഡ് ബി നമ്മളും അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളിൽ വേണം. നമ്മൾക്ക് ചിലപ്പോൾ ഇൻബോൺ ആയിട്ട് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചില ആളുകൾക്ക് ഇങ്ങനെ ഭയങ്കര പേടിയാണ്, അല്ലെ, ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒതുങ്ങിക്കൂടും. അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അറിയില്ലാത്ത മറ്റുള്ളവരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, എല്ലാം കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പല കാര്യങ്ങളും നമുക്ക് എന്താ പറയാ ഈസി ആക്കി മാറ്റാൻ സാധിക്കും. നമ്മളെല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ച് കഴിയുമ്പോഴാണ് അത് പ്രശ്നങ്ങളാകുക, ബുദ്ധിമുട്ടാകുക. അപ്പൊ നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആകുക. എല്ലാവരോടും ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ച്, അറിയില്ലാത്തത് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെ. അറിയാവുന്നത് നമുക്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യും. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യം. അല്ലാതെ എല്ലാത്തിലും ഫുൾ പേപ്പേഴ്സ് ഉണ്ടായിരുന്നോ നിനക്ക് 10th 12th നിനക്ക് എല്ലാവരും കിട്ടിയോ, അല്ലെ, എത്ര ടോട്ടൽ മാർക്ക് 1200 കിട്ടിയോ, ഇതൊന്നും അല്ല അവിടെ എന്താ പറയാ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ സർട്ടിഫിക്കറ്റ്സും ഒക്കെ എടുത്ത് നോക്കും, ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കും, അതൊക്കെ ഓക്കെ. പക്ഷെ അതിനേക്കാൾ ഉപരി ഇന്ന് ഇത്തരം ഇന്റർവ്യൂവേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്സ്ട്രാ ഈ പറയുന്ന നമ്മൾ എടുത്തു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ സ്മാർട്ട്നെസ് ടു വർക്ക്, എനർജി ലെവൽ,
ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മളിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലേ ഇങ്ങോട്ട് പുറത്തേക്ക് വരണം. സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു വിൽ ഗെറ്റ് ഇൻ ടു ഗ്രേറ്റ് സക്സസ്. തീർച്ചയായിട്ടും വിജയത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്തത് തന്നെ വളരെ ഒരു നല്ല ഡിസിഷൻ ആണെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. പണ്ടൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഡിഗ്രി 10 കഴിഞ്ഞാൽ +2 ഏതെടുക്കുന്നു അതിന്റെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് പോകണേ. 10 കഴിഞ്ഞു ഡിഗ്രി അല്ലെങ്കിൽ +2 കഴിഞ്ഞപ്പോ നമ്മൾ എടുത്തത് കൊമേഴ്സ് ഗ്രൂപ്പ് ആണെങ്കിൽ അടുത്തത് ബികോം, അവിടെ വരച്ചിട്ടേക്കാണ് അടുത്ത സ്റ്റെപ്പ്, അടുത്ത പടിയിലേക്ക് ചാടിക്കോ. ഇങ്ങനെ ഈ ചാട്ടമുള്ളൂ അല്ലെ? ഇന്ന് അങ്ങനെയല്ല. ഇന്ന് യു ഹാവ് മെനി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓൾസോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദ കോഴ്സസ്. ഫേമസ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതാണ്, എത്രയും പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സുകൾ ഏതാണ്, ഇതൊക്കെ അറിയാനുള്ള മാർഗങ്ങൾ എന്തോരം അന്ന് ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണ്, അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ പരമാവധി യൂസ്ഫുൾ ആക്കുക, ഉപയോഗപ്പെടുത്തുക. അപ്പൊ അതിലേക്ക് ഒരു എന്താ പറയാ ഭാഗമാകാൻ നിങ്ങൾക്കും പറ്റിയെന്നുള്ളതാണ്. ഈ ഒരു മീഡിയാസ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കും ഇതിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. സോ വൺസ് അഗെയിൻ നമ്മുടെ ഈ ഒരു ഇൻട്രോ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് കോഴ്സിനെ സംബന്ധിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ്, ഡൗട്ട്സ് ഇതൊക്കെ വന്ന് ചേർന്നപ്പോ ആദ്യം തന്നെ വിചാരിച്ചിട്ടായിരിക്കും അല്ലെ, ഒരു 40,000 50,000 ഒക്കെ ചില സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യുന്ന ഈ കോഴ്സ് വൈ ദേ ആർ പ്രൊവൈഡിങ് ഫോർ വിത്ത് സച്ച് എ ലോ ബഡ്ജറ്റ്. ഇത്രയും ലോ ബഡ്ജറ്റിൽ എന്തുകൊണ്ട് ഇവരിങ്ങനെ കോഴ്സ് കൊടുക്കുന്നു? വെറുതെ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഫേക്ക് ആയിരിക്കാം, എന്താണോ പറ്റിക്കലാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു എന്താ പറയാ ചാഞ്ചല്യമുള്ള മനസ്സോടെ ആയിരിക്കും പകുതിയിലധികം പേരും ഈ ഒരു ഇൻട്രോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നോക്കട്ടെ, നോക്കട്ടെ പോയാ 1000 രൂപയല്ലേ പോയുള്ളൂ രജിസ്ട്രേഷൻ ഫീസ്, എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നമുക്കറിയാം അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന്. ഓക്കെ, അതായിരുന്നു ഏറ്റവും വലിയ ഡൗട്ട് ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾക്ക് അല്ലെ? അല്ലേ? അല്ലാണ്ടൊന്നും പറയുന്ന ആരെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞേ. എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഡൗട്ടുകൾ എല്ലാവർക്കും ഇതായിരുന്നു മെയിൻ ഡൗട്ട്. ഇത് പറ്റിക്കലാണോ, ഇത് എന്താ പറയാ, അത് ഉണ്ടായിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. നിങ്ങൾ മാത്രമല്ല, ഞാനാണെങ്കിലും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. അവരിങ്ങനെ കൊടുക്കുന്നു, ഇത്രയും റേഞ്ചിൽ കൊടുക്കുന്ന, ഈ ഫീസിൽ കൊടുക്കുന്ന ഈ ഒരു കോഴ്സ് അവരെന്തുകൊണ്ട് അത്രയും ലോ ബഡ്ജറ്റ് ആയിട്ട്? കണ്ടോ, ഫാത്തിമ പറയുന്നു ഡൗട്ട് ഉണ്ടായിരുന്നു. നൗ ഈസ് യുവർ ഡൗട്ട് ക്ലിയർ ഫാത്തിമ? ഫാത്തിമയുടെ ഡൗട്ട് ഇപ്പൊ ക്ലിയർ ആയോ? അതെ, ഓക്കെ. നിങ്ങൾ സന്തോഷമായോ എല്ലാവർക്കും? ഒരു പറ്റിക്കലുമില്ല. ക്ലാസ്സുകളെല്ലാം കൃത്യമായി നിങ്ങൾക്ക് എടുത്തു തരും. നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയവും മറ്റു കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അറിയിക്കും. എന്നാണ് ക്ലാസ് തുടങ്ങും. മൺഡേ മുതൽ ക്ലാസ് തുടങ്ങും. ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ, അപ്പൊ ബി പോസിറ്റീവ്. എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ ചിലപ്പോ എന്താ പറയാ, ചിലപ്പോഴൊക്കെ നമ്മൾ പറ്റിക്കപ്പെടാറുണ്ടല്ലോ ചില കാര്യങ്ങളിൽ. ഓക്കെ, ചില കാര്യങ്ങളിൽ നമുക്ക് പറയാൻ പറ്റില്ല എല്ലായ്പ്പോഴും. നമ്മളിപ്പോ ദൂരെ ഉള്ളവരാണ്, ഈ അടുത്തുള്ള ആളുകളൊക്കെ വളരെ കുറവായിരിക്കും. ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സിലുള്ളവരാണ് കൂടുതലും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വന്ന് അന്വേഷിക്കാൻ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ, സ്മാർട്ട് ശ്രീയോ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരിങ്ങനെ ഇത്രയും ലോയിൽ കൊടുക്കുന്നു, ഇത്രയും ഫീസിൽ കൊടുക്കുന്നു ഇങ്ങനെ ഒരു കോഴ്സ് എന്നൊക്കെ ഡൗട്ട്സ് ഒക്കെ നമുക്ക് വന്ന് ക്ലിയർ ചെയ്യാന്നുള്ളത് ചിലപ്പോൾ അത്രയും എന്താ പറയാ അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് ഇന്നത്തെ ഇൻട്രോ ക്ലാസ് കാണട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി പേയ്മെന്റ് നടത്തണോ ഇനി അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും അതിന്റെ പിന്നാലെ ചെയ്യണോ എന്നൊക്കെ ചിന്തിക്കും. അല്ലെ, സ്വാഭാവികമാണ്. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ്. അപ്പൊ ഐ തിങ്ക് ഇൻ ദിസ് ഇൻട്രോ ക്ലാസ് യുവർ ഡൗട്ട്സ് മേ ബി ക്ലിയർ. ഇപ്പൊ നിങ്ങളുടെ ഡൗട്ട്സുകൾ ഒരു പരിധി വരെ ക്ലിയർ ചെയ്യാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൂടെ. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ ഒരു കോഴ്സ് ഒരു ബെസ്റ്റ് ചൂസ് ആണ്. നിങ്ങൾക്ക് പറ്റിയ ഒരു നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ യു ക്യാൻ ബിക്കം ദ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽസ്. ഇനി നമ്മുടെ ഈ കോഴ്സിൽ നിങ്ങൾക്കൊരു 4 മൊഡ്യൂൾസ് ആയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു കോഴ്സ് കിടക്കുന്നത്. നിങ്ങളുടെ ചാപ്റ്റേഴ്സ് 4 മൊഡ്യൂൾസ് ആയിട്ടാണ് കിടക്കുന്നത്. 4 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 52 ചാപ്റ്റേഴ്സ് ആണ്. 52 ചാപ്റ്ററുകളുള്ള 4 മൊഡ്യൂളുകളാണ്. ഓരോ ചാപ്റ്ററിലും വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ മൊഡ്യൂളിൽ ഒരു 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ മൊഡ്യൂളിൽ 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിന്റെ തേർഡ് മൊഡ്യൂളിൽ 13 ചാപ്റ്റേഴ്സ് ആൻഡ് ലാസ്റ്റ് മൊഡ്യൂളിൽ 11 ചാപ്റ്റേഴ്സ്. അങ്ങനെ 4 മൊഡ്യൂൾസിലായിട്ട് 52 മൊത്തം ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്.
ഓക്കെ 13, 15, 30, 11 അങ്ങനെയാണ് 15 എല്ലാം കൂടി കൂട്ടിയ 52 കിട്ടില്ലെന്ന് നോക്കിയേ കേട്ടോ. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ എല്ലാ ചാപ്റ്റേഴ്സും ഇത് എല്ലാം ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഹോസ്പിറ്റൽസിന്റെ എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് വിഭാഗത്തിൽപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും മാനേജബിൾ ആയിട്ടുള്ള മറ്റ് എന്താ പറയാ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളും ബോത്ത് ഇതെല്ലാം തന്നെ ഹോസ്പിറ്റലിന്റെ ഒരു റൂഫിന്റെ കീഴിൽ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്ലാസ്സുകളിലായിട്ട് ടീച്ചേഴ്സ് അവർക്ക് കൊടുത്തിരിക്കുന്ന പോർഷൻസ് അനുസരിച്ച് വന്ന് എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്ത് എടുക്കും. ആൻഡ് നിങ്ങൾക്കുണ്ടാകുന്ന ഏത് സംശയവും റിലേറ്റിംഗ് ടു യുവർ PG will be included in this session. ഈ ഒരു ക്ലാസ്സുകളുടെ കൂടെ തന്നെയാണ് PG-ക്കാരും പോകുന്നത്. And after completing the diploma, 6 months ഡിപ്ലോമ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡിപ്ലോമ മാത്രം എടുത്തിരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു സർട്ടിഫിക്കറ്റ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു. ആൻഡ് യുവർ ക്ലാസ്സസ് വിൽ ബി കണ്ടിന്യൂഡ്. ഡിപ്ലോമ കഴിയാതെ എന്തായാലും PG-യിലേക്ക് കടക്കാൻ പറ്റില്ലല്ലോ. ഡിപ്ലോമയുടെ ക്ലാസ്സുകൾ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങളുടെ PG ക്ലാസ്സുകൾ അങ്ങനെ നടന്നു പോകും. ഡിപ്ലോമ മാത്രം എടുത്തിരിക്കുന്നവർക്ക് അവരെ ലീവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അവരെ മാറ്റിയിട്ട് അങ്ങനെയായിരിക്കും ക്ലാസ്. ഒബ്വിയസ്ലി അങ്ങനെ തന്നെയാണല്ലോ. ഡിഗ്രി കഴിയാതെ നമുക്ക് PG എടുക്കാൻ പറ്റില്ല. അത് ഏത് കോഴ്സ് ആയാലും അങ്ങനെ തന്നെ. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞു തന്നത് ഇടയിൽ ഒരു കാര്യം പറഞ്ഞു. ടീച്ചേഴ്സ് നിങ്ങൾക്ക് എടുക്കുന്ന ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുമ്പോൾ അത് മനസ്സിലാക്കുക. ആൻഡ് ഇഫ് യു ഹാവ് ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ ഉണ്ടാകുന്ന ഡൗട്ട്സ് ഷുഡ് ബി ക്ലിയർ ഫ്രം ദ ടീച്ചർ ഇറ്റ്സെൽഫ്. ഏത് ടീച്ചറിന്റെ ഭാഗത്താണോ ക്ലിയർ ചെയ്യേണ്ട ഡൗട്ട് ഉള്ളത് അവിടെ ആ ടീച്ചറിനോട് തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കാം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് എനി അതർ മാറ്റേഴ്സ്, പഠിപ്പിക്കുന്ന ഭാഗത്തെ അല്ലാതെ മറ്റേതെങ്കിലും മാറ്റേഴ്സുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്റെ തന്നെ നിങ്ങളിവിടെ കാണും. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ മതി. മനസ്സിലായ മറ്റു കാര്യങ്ങളെ കുറിച്ച്. ഇപ്പൊ ഞാനൊരു ടോപ്പിക് പഠിപ്പിക്കുകയാണ്. ആ ടോപ്പിക്കിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ആ പഠിപ്പിക്കുന്ന ടീച്ചർ ആരാണ് ആളോട് എന്നെ ചോദിക്കുക. ടീച്ചറെ ഒന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്യോ, പറയോ, ഒന്നുകൂടി പറയോ, എനിക്കത് കിട്ടിയില്ല, നെറ്റ് കട്ടായിപ്പോ അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചോദിച്ചോ. ടീച്ചർ റെഡി ആയിരിക്കും. അത് പറഞ്ഞതിന് ക്ലിയർ ചെയ്തിട്ട് പോകുള്ളൂ മുന്നോട്ട്. ഓക്കെ, അല്ലെങ്കിൽ ലാസ്റ്റ് 10 മിനിറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് 10 മിനിറ്റ്സ് നമ്മൾ അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് ക്ലാസ് എടുക്കുമ്പോഴും നമ്മളിങ്ങനെ ഓൾ മ്യൂട്ട് കൊടുത്തിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ബിറ്റ്വീനില് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ വരാൻ സാധ്യതകളുണ്ട്. നമ്മൾ ഫുൾ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് കൊടുക്കുക. ലാസ്റ്റ് 10 മിനിറ്റ്സ് ഓർ 5 മിനിറ്റ്സ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ടീച്ചർക്ക് ബാക്കിയുള്ള 10 മിനിറ്റ് കൂടി ടീച്ചറുടെ ക്ലാസ് എടുക്കാൻ തന്നെ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ഇൻ ബിറ്റ്വീനിൽ ഇപ്പൊ ചിലപ്പോൾ കുട്ടികൾ ടീച്ചർ ആ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി പറയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ലാസ്റ്റ് 10 മിനിറ്റ്സ് എന്ത് ചെയ്യും, അതുകൂടി ഒന്നുകൂടി ഒന്ന് റെഫർ ചെയ്ത് തരും. ക്ലിയർ? ആ ഡൗട്ട്സ് ടീച്ചേഴ്സിനോട് തന്നെ ചോദിക്കണം എന്നാണ്. അല്ലാതെ ഏതെങ്കിലും ടീച്ചേഴ്സ് എടുത്ത ചാപ്റ്റർ അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വരുമ്പോ എന്നെ കണ്ടിട്ട് ചോദിക്കാൻ പറ്റരുത്. പറഞ്ഞുതരാൻ പറ്റില്ല എന്നിട്ടല്ല, പക്ഷെ അവിടെ ടൈം വേസ്റ്റ് ആണ്. മറ്റേതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാര്യം ചിലപ്പോൾ എക്സാമിനെ കുറിച്ചോ മറ്റേതെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ അത് ഞാൻ വരുമ്പോ എന്നോട് ചോദിക്കാം. ഞാനിവിടെ ആഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലാസ് എങ്ങാണ്ടുള്ളൂ എനിക്ക്. ആ ഒരു ക്ലാസ്സിൽ വരുമ്പോ ക്ലാസ് എനിക്ക് എടുക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ മാത്രം, എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ, വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യാം, അതിന് എന്താ പറയാ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരാനായിട്ട് ശ്രമിക്കും. എന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മൾ മാനേജ്മെന്റുമായിട്ട് കൺസൾട്ട് ചെയ്തോ എനിവേസ് അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അത്തരം ഡൗട്ട്സ്. ഓക്കെ ആണോ എല്ലാവരും? ആൻഡ് ഹാപ്പി ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഹാപ്പി ആണോ? ആൻഡ് എത്രത്തോളം യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാം. എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആണോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്താണെന്നുള്ള ഇൻട്രോ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയാനായിട്ട് സാർ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് സാറിനോട് നിങ്ങൾക്ക് അന്നേരം ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ അവിടെയാണ് കുറച്ച് കൂടുതൽ കിടക്കുന്നത്. അപ്പൊ അത് സാറായിരിക്കും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ സാലറി, അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി, ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ഇൻട്രോ ആണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് 1 hour കൊണ്ട് പറഞ്ഞു തീർത്തത്. ഐ തിങ്ക് ഓൾ യു ഹാവ് അണ്ടർസ്റ്റുഡ് എവറിഥിങ്. എബ്രോഡിനുള്ള സർട്ടിഫിക്കറ്റ്സും അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? എന്തോ 2 രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചൊക്കെയാണ് ഇത്. നിങ്ങൾ PROs നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കും. If still
ഹാവ് എനി ഡൗട്ട്സ്, അത്തരം സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഇനിയും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. സർ വരുമ്പോൾ സാറിനോട് ചോദിച്ചേക്കാം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. കാരണം അങ്ങനെ ഡൗട്ട്സ് ഒന്നും നോട്ട് ചെയ്തിട്ട് വരിക. ചിലപ്പോൾ അത് ചെറുതായി ഇങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ ആൻസർ കൊടുക്കുന്ന ആളുകൾക്ക് അത് ചിലപ്പോൾ പറ്റിയതുമല്ല. അപ്പൊ നന്നായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയേണ്ട സംശയം എന്താണെന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങൾ ടീച്ചറിനോട് തന്നെ ചോദിക്കാം. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഡിപ്ലോമയും ഡിഗ്രി പി ജിയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. Likewise, the difference between degree and PG. PGയും ഡിഗ്രിയും തമ്മിലുള്ള ഡിഫറൻസ് പോലെ തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലും ഡിപ്ലോമയും PGയും തമ്മിലുള്ള വ്യത്യാസം. ഡിപ്ലോമ എന്ന് പറയുമ്പോൾ ഡിപ്ലോമ മാത്രമേ എടുത്തിട്ടുള്ളൂ. PG കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അത്രയുള്ള വ്യത്യാസം മനസ്സിലായി. കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ പഠിക്കുന്നുണ്ട് PGയിൽ. അതായത് 6+4 ആ വ്യത്യാസം കൊണ്ട് പഠിക്കുന്ന ടോപ്പിക്സിലും ചെറിയ അഡ്വാൻസ്മെന്റ് ഉണ്ട് PGയിൽ. അല്ലെ, വ്യത്യാസമാണ്. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്ലോമ ആൻഡ് PG ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ ഡിഗ്രിയും PGയും നമ്മൾ ബാക്കിയുള്ള കോഴ്സസ് ഒന്ന് നോക്കിയേ. ഡിഗ്രിയിലേക്കാളും കുറച്ചുകൂടി ജോലി സാധ്യതയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലാണ്. ഡിഗ്രി ഉള്ളവർക്കും ജോലി കിട്ടാൻ വയ്യാന്നല്ലോ, ഇല്ലല്ലോ. ഡിഗ്രി ചെയ്യുന്നവർക്കും അവരുടെ കഴിവുകൊണ്ട് അവരും ജോലി സമ്പാദിക്കുന്നുണ്ട്. അല്ലെ, PG എടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടി അഡ്വാൻസ്മെന്റ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഇന്ന ജോലി എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന ജോലിയിൽ കയറാൻ പറ്റുമെന്ന് ആ രീതിയിൽ. അങ്ങനെ വ്യത്യാസം എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളെല്ലാം? ഇന്റേൺഷിപ്പിന്റെ അസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ കൊടുക്കുക. അതായത് ഇന്റേൺഷിപ്പിന് വേണ്ടിയുള്ള അസിസ്റ്റൻസ്. ദാറ്റ് മീൻസ് എന്താ പറയാ, മറ്റു കാര്യങ്ങൾ അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് സാർ പറഞ്ഞുതരും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, അതായത് പരീക്ഷകൾ വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പരീക്ഷയ്ക്ക് പിന്നീടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സാർ പറയണ്ടേ. അല്ലെങ്കിൽ പിന്നെ സാർ ഇവിടെ വെറുതെ വന്നിരിക്കാൻ പറ്റില്ലല്ലോ. സാറിന്റെ ഇൻട്രോയിലാണ് അതൊക്കെ ഉണ്ടാക്കുക. സിലബസ് അത്ര വലിയ ടഫ് ഒന്നുമല്ല, ഒക്കെ ഈസിയാണ്. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വരുന്ന എല്ലാത്തിനും നമ്മൾ ഈസി ആകണം. അതിലാണ് കഴിവ്. ഓക്കെ, നമ്മൾ എപ്പോഴും തന്നെ പേടിച്ചാൽ എങ്ങനെയാണ്? അഞ്ചു പേടിക്കരുത്. നമ്മൾ എന്ത് ജീവിതത്തോടെ നേരിടുക, അല്ലെ? എന്താ പറയാ, സക്സസ് ആയിരിക്കാം, ഫെയിലിയർ ആയിരിക്കാം, എന്താണെങ്കിലും കുഴപ്പമില്ല. രണ്ടും നമ്മൾ ഫേസ് ചെയ്യണം. സക്സസും ഫേസ് ചെയ്യണം, ഫെയിലിയറും ഫേസ് ചെയ്യണം. രണ്ടും ജീവിതത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാ, അല്ലെ? എപ്പോഴും ജീവിതം വിജയിച്ചു മാത്രം കാണിച്ചവരില്ല, അല്ലെ? ഏതെങ്കിലുമൊക്കെ സമയത്ത് തകർന്നു പോയെങ്കിലും ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നമ്മൾ വീണ്ടും ഓടുമ്പോഴാണ് നമ്മൾ വീണ്ടും സക്സസ്ഫുൾ ആകുക. തീർച്ചയായിട്ടും അത് ജീവിതത്തിന്റെ പാഠമാണെങ്കിലും പല മേഖലകളിൽ വെച്ച് നോക്കിയാലും അതിന് നല്ല അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, വീണ് പോകുമ്പോൾ ആ വീണോടത്ത് കിടക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മൾ വീണ്ടും കുറച്ചുകൂടി എനർജി സമ്പാദിച്ച് ഓടുമ്പോഴാണ് ആ വിജയം നമുക്ക് എടുക്കാൻ പറ്റുക, അല്ലെ? അങ്ങനെയല്ലേ? എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ, സോ ആരും പഠിക്കണ്ട. എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് പ്രിപ്പയർഡ് ആക്കാൻ വേണ്ടി ഡെയിലി വിൽ മോക്ക് ടെസ്റ്റ്. ടീച്ചർമാർ എടുക്കുന്ന ടോപ്പിക്സിന്റെ ഓരോ അന്ന് എടുക്കുന്ന ഭാഗത്തെ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി, അത് ആ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. മോക്ക് ടെസ്റ്റുകൾ തരും. 4 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അല്ല ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഡെയിലി ആണ്. അല്ലെങ്കിൽ പറ്റും ആ ചാപ്റ്റർ കഴിയുന്നവരെ നമ്മൾ നോക്കിയിരിക്കും, പഠിക്കില്ല. സമയം കിട്ടിയില്ലാത്തത് കൊണ്ട് വായിക്കാനും പറ്റിയില്ലേ? അതേസമയം ഡെയിലി നമുക്ക് മോക്ക് ടെസ്റ്റ് കിട്ടുമ്പോ എന്താ എന്താ പറയാ ഒരു ഗുണമുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ദിവസം ആ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനെങ്കിലും യു ക്യാൻ റീഡ് ഇറ്റ് വൺസ്, അല്ലെ? മറ്റു പ്രാവശ്യം ഒന്ന് വായിക്കാനോ നമുക്ക്, അല്ലെ? അതല്ലേ ശരി? അതല്ലേ സൗകര്യം? ഏതാ? ഡെയിലി തന്നെയാണ് സൗകര്യം നമുക്ക്. അല്ലെങ്കിൽ അവിടെ കിടക്ക് കുന്നുകൂടി പിന്നെ ഇതിങ്ങനെ ഒന്ന് ക്ലാസ്സുകൾ ഓരോന്നും റെക്കോർഡഡ് ക്ലാസ്സുകൾ വന്ന ഗൂഗിൾ ക്ലാസ് ഇങ്ങനെ കൂടി ഇങ്ങനെ വന്ന് കിടക്കുമ്പോ അപ്പൊ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. സോ കൺവീനിയന്റ് ആയിരുന്ന രീതിയിലാണ് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ നമ്മൾ അടുത്ത തിങ്കളാഴ്ച തുടങ്ങി ക്ലാസ് തുടങ്ങും. ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഫോളോ ചെയ്തൊക്കെ ചെയ്യാം. ഓക്കെ, ആൻഡ് വിൽ സീ ദാറ്റ് അവിടെ നമുക്ക് കാണാം. സോ ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾ ഹാപ്പിയാണോ? അൺമ്യൂട്ട് ചെയ്തൊന്ന് പറഞ്ഞേ ഹാപ്പിയാണെന്ന്. അധികം സമയം നിങ്ങളുടെ സൗണ്ടിലേക്ക് ഇഷ്ടമില്ല. കാരണം നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു.
അതായത് കോഴ്സ് ഇത്ര സമയത്തിൽ തീർക്കണമല്ലോ നമുക്ക്. അപ്പൊ ഡെയിലി നമുക്ക് ഇതുപോലെയുള്ള എന്താ പറയാ കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എടുക്കുന്ന ചാപ്റ്റേഴ്സ് പോർഷൻസ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നായിരിക്കും ടീച്ചേഴ്സിന്. സോ ഇതുപോലെ നമുക്ക് എന്താ പറയാ കുറച്ച് കോൺവെർസേഷൻസ് നടത്താൻ സംവദിക്കാനായിട്ടുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ചോദിക്കും സുഖാണോ, എങ്ങനെയുണ്ട്, മഴയുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ കുഴപ്പമില്ല. സൺഡേ ക്ലാസ് ഇല്ല. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 5 ദിവസം ക്ലാസ് ഉള്ളൂ കേട്ടോ. ഒരു ഡൗട്ട് മൺഡേ ടീച്ചർ, ഒരു ഡൗട്ട്. ഈ പി ജി ഡിപ്ലോമയ്ക്ക് 52 പാഠമാണല്ലോ. അപ്പം മറ്റേ പി ജി ഡിപ്ലോമയ്ക്ക് എത്ര പാഠം ടോട്ടൽ വരും? അപ്പൊ പി ജിക്ക് എക്സ്ട്രാ 4 months ക്ലാസ് അല്ലേ? ഒരു എക്സ്ട്രാ 3 modules വരുന്നുണ്ട്. 3 modules consisting of 8 chapters. അപ്പൊ 4 chapters എക്സ്ട്രാ ഉണ്ട്. 25. നമുക്ക് ഈ ഡിപ്ലോമ എന്താണ് ഡിപ്ലോമ 6 month കോഴ്സ് അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 4 month കൂടെ ആഡ് ചെയ്ത് പഠിക്കാൻ പറ്റുമോ പി ജി ആക്കി? മതി. അപ്പൊ ഒരു ഡിസിഷനിലേക്ക് എനിക്കിത് ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി, TROസിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നമ്മളിത് പി ജി കൂടി എടുക്കണ്ട അപ്പൊ പറഞ്ഞാലും മതി. ഇറ്റ്സ് ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചെയ്തോളുണ്ട് കേട്ടോ. ഓക്കെ. സോ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. പിന്നെ കൂടെ നിനക്ക് വൈകിട്ട് അടിച്ചു തരാം. വേറെ എന്റെ ഉണ്ട്. ഒരു വൈകിട്ട് എന്താ പരിപാടി ചോദിച്ചതായിരിക്കാം. ഓക്കെ, സോ ഷാൽ വി വൈൻഡ് അപ്പ്? സമയപ്പെടാ. ഓക്കെ, ഫാത്തിമ. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ ഓൾ ദി ബെസ്റ്റ്. ഒരുങ്ങി തിങ്കളാഴ്ച പറയും നമുക്ക്. നമ്മുടെ ക്ലാസിന്റെ ടൈം വരുന്നത് മോർണിംഗ് ആണ് കേട്ടോ. ലാസ്റ്റ് ടൈം മോർണിംഗ് 10:30 ആണ്. അതുണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കും അല്ലെ? ആരും പേടിക്കണ്ട. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ തരും. അത് പോയി കണ്ടാൽ മതി. എന്നിട്ട് അത് കണ്ടൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ടീച്ചറിനോട് കയറുമ്പോൾ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, ഒരു ഡൗട്ട്. ബൈ.